എല്ലാവർക്കും ടെക്ലിമത്തിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന OnePlus Nord 4 മോട്ടോ എഡ്ജ് 50 Pro നമ്മൾ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസും നമുക്കിപ്പോൾ 30,000 to 35,000 പ്രൈസ് റേഞ്ച് വരുന്ന ഫോണുകളാണ്. സോ രണ്ടിൽ ഏതാണ് ബെറ്റർ നോക്കാം. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ OnePlus Nord 4 ഫുൾ മെറ്റൽ ബിൽഡാണ്. മെറ്റൽ ഫ്രെയിം, മെറ്റൽ ബാക്കാണ് വരുന്നത്. നമ്മുടെ മോട്ടോ എഡ്ജ് 50 Pro ആണെങ്കിൽ നമുക്ക് വീഗൻ ലെതർ ബാക്കാണ് വരുന്നത്, അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം നോഡിലാണെങ്കിൽ IP65 റേറ്റിംഗ് ആണ്. സോ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് മോട്ടോ HUD ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഒരു പ്രീമിയം ഫീച്ചർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മെറ്റൽ ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫീൽ നമുക്ക് അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ വൺ ഹാൻഡ് യൂസ് ചെയ്താൽ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോയാണ്. കാരണം മോട്ടോ HUD എന്താ പറയുക, തിക്കറല്ല, നീളം കൂടിയ ഫോണാണ്. അതേസമയം നോഡാണെങ്കിൽ ഒരു വീതി കൂടിയ ഫോണാണ്. അങ്ങനത്തെ ഒരു ഇതുള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല. പിന്നെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ OnePlus Nord 4 വരുന്ന ഒരു ഇച്ചിരി ലാർജർ ഡിസ്പ്ലേ ആണ്. 6.74 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് 1.5K 10-bit AMOLED പാനലാണ് വരുന്നത്. 2150 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അതേസമയം നമുക്ക് മോട്ടോ എഡ്ജ് 50 Proയിലാണ് നമുക്ക് വരുമ്പോൾ 6.7 ഇഞ്ചിൻ്റെ ഒരു കർവ്ഡ് 1.5K 10-bit 144 ഹെർട്സിൻ്റെ POLED പാനലാണ് വരുന്നത്. 2000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. Gorilla Glass 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഡിസ്പ്ലേ ആണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് വൈസ് ഇപ്പോൾ HDR വീഡിയോസ് കാണുവാണെങ്കിൽ ബ്രൈറ്റ്നസ് വൈസ് നമുക്ക് OnePlus Nord 4 ആണ് ഇച്ചിരി ബെറ്റർ. പിന്നെ ഔട്ട്ഡോഴ്സിൽ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂടുതൽ OnePlus Nord 4 തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ ഒരു ഡിഫറൻസ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ കർവ്ഡ് വേഴ്സസ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഡിഫറൻസ് അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കണം. കാരണം ചിലർക്ക് ഇഷ്ടപ്പെടാൻ, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അല്ലാണ്ട് കളർ ആക്യുറസി ഒക്കെ നോക്കുവാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ് വരുന്നത്. ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറാണ്. ആ ബ്രൈറ്റ്നസിൻ്റെ ഇത്തിരി വ്യത്യാസമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ മോട്ടോയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ മോട്ടോയിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോടെ വരുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ബെറ്റർ ഓഡിയോ പെർഫോമൻസ് നമുക്ക് മോട്ടോയിൽ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ OnePlus Nord 4 പെർഫോമൻസ് ബീസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ Snapdragon 7+ ജനത്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പുതിയൊരു പ്രോസറാണ്. 8th ജനത്തിൻ്റെ തൊട്ട് താഴെ വയ്ക്കുന്ന ഒരു പ്രോസറാണ്. കജി പ്രോസറാണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റട്ടറിങ്ങോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ലാഗോ അല്ലെങ്കിൽ UI ലാഗോ ഒന്നും ഉണ്ടാകത്തില്ല. അടിപൊളി പ്രോസറാണ്. ഡിസ്പ്ലേക്കാണ് താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR5X RAM ആണ് വരുന്നത്. പിന്നെ രണ്ട് വേരിയൻ്റാണ്. 128GB വേരിയൻ്റാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ UFS 3.1 ആയിരിക്കും. 256 ആണെങ്കിൽ UFS 4.0 ആയിരിക്കും. അതേസമയം നമ്മുടെ മോട്ടോ എഡ്ജ് 50 Proയിലാണെങ്കിൽ Snapdragon 7 Gen 3 ആണ് വരുന്നത്. ഇതും നല്ലൊരു പ്രോസർ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ UI പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഗെയിമിങ്ങിന് അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എക്സ്ട്രീം ഗെയിമിംഗ് ഒന്നും വരത്തില്ല. ഈ ഗെൻഷിൻ ബാക്കറ്റൊക്കെ ഫുൾ ഇതിലേക്ക് ഇട്ട് കളിക്കുവാണെങ്കിൽ ചെറിയ സ്റ്റട്ടറിങ് ഒക്കെ ഉണ്ടാവും. BGMI 60 FPS ഗെയിമിലൊക്കെ അടിപൊളിയായിരിക്കും. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു പ്രോസർ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആൻറ്റിറ്റി സ്കോറിയാണ് കൊടുത്തിട്ടുണ്ട്, Geekbench കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെബിലിറ്റി സ്കോറും കാര്യങ്ങളൊക്കെ 3D മാർക്കിൻ്റെ സ്റ്റെബിലിറ്റി സ്കോറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കാം. നമുക്ക് OnePlus Nord 4 ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. നമുക്കൊരു പ്രൈമറി ആയിട്ട് വരുന്നൊരു 50 MP f1.8 ആപ്പസ്റ്റ് വരുന്നൊരു സോണി ലിറ്റിയ 600 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ്. സെക്കൻഡ് നമുക്ക് 8 MP അൾട്രാവൈഡ് ആണ് വരുന്നത്. അത് സോണി IMX 355 ആണ്. അത് നമുക്കൊരു സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 16 MP f2.4 ആപ്സ് വരുന്ന സോണി IMX 471 ആണ് വരുന്നത്. 1080p 30 FPS ആണ് വരുന്നത്. ഇത് നമ്മൾ മോട്ടോ എഡ്ജ് 50 Proയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. പ്രൈമറി ഒരു 50 MP f1.4 ആപ്സ് വരുന്ന ഒമ്നി വിഷൻ സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ്. സെക്കൻഡറി നമുക്കൊരു 13 MP f2.8 ആപ്സ് വരുന്ന SK ഹൈനിക്സിൻ്റെ ഒരു അൾട്രാവൈഡ് സെൻസറാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 4K 30 FPS സപ്പോർട്ട് ഉണ്ട്. തേർഡ് നമുക്കൊരു 10 MP ഒരു 3x ഒപ്റ്റിക്കൽ സൂം ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ക്യാമറ ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ സെൻസറാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും 4K 30 FPS ആണ്. നമുക്കൊരു സെൽഫി ക്യാമറ നമ്മൾ പറയുകയാണെങ്കിൽ 50 MP f1.9 ആപ്പച്ചർ വരുന്ന സെൽഫി ക്യാമറയാണ്. സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. നമുക്കിവിടെ 4K 30 FPS ആണ്. സോ നമുക്ക് ഫുൾ ക്യാമറയിൽ നമുക്ക് 3 ക്യാമറയിൽ നമുക്ക് 4K നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിലും ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് അവിടെയും വരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഇപ്പോൾ പ്രൈമറി സെൻസർ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോഡാണ് ഇച്ചിരി ബെറ്റർ ഇൻ മൈ ഒപ്പീനിയൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇൻ സെൻസർ മീൻസ് മോട്ടോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ഷാർപ്പനിങ് ഉണ്ട് ചില സമയത്ത്. അതേസമയം OnePlus Nord 4 ആണ് ഇച്ചിരി നാച്ചുറൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. HDR പെർഫോമൻസ് നമുക്ക്
മോട്ടോയ്ക്കാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ പ്രൈമറി സെൻസറിൽ രണ്ടിലും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മോട്ടോ ഒരു യെല്ലോ ടിൻറ്റും നമുക്ക് OnePlus ഒരു റെഡ് ടിൻറ്റും, ഈ രണ്ട് പ്രശ്നങ്ങളും ഉണ്ട്. മാറ്റണം ശരിക്കും അത് രണ്ട് ബ്രാൻഡ്സും. പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അൾട്രാ വൈഡും ടെലിഫോട്ടോ നോക്കുവാണെങ്കിൽ പിന്നെ പറയണ്ട, മോട്ടോ ബെറ്റർ ആണ്. സെൽഫി ക്യാമറ കാര്യത്തിലും ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ തന്നെയാണ്. ഒരു ഇതുമില്ല, ഒരു ഒബ്ജക്ഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല, മോട്ടോ തന്നെയാണ് ബെറ്റർ. 3x ടെലിഫോട്ടോയിൽ നമ്മൾ ആ പോർട്രേറ്റ് എടുത്താൽ അടിപൊളിയാണെന്ന് പറയുന്നത്. പൊളിയാണ് 3x ടെലിഫോട്ടോയിൽ നമുക്ക് പോർട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നോഡ് ബെറ്റർ ആണ്, കാരണം 4K 60 FPS ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷനും ബെറ്റർ ആയിട്ട് വെക്കുന്നത് നമ്മുടെ നോഡ് തന്നെയാണ്. സോ ക്യാമറ ഓവറോൾ ബാലൻസ് ആയിട്ട് വെക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ Edge 50 Pro ആണ്. നെക്സ്റ്റ് നമ്മൾ OSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ OnePlus Nord 4-ലാണെങ്കിൽ നമ്മുടെ Oxynos 14 ആണ് വരുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്നത് 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അതേസമയം മോട്ടോ Edge 50 Proയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഹലോ UI ആണ് വരുന്നത്. അവിടെ നമുക്ക് 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. UI എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോയുടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇച്ചിരി ലൈറ്റർ UI ആണ്. ബ്ലോഡ് ബേഡ്സും കാര്യങ്ങളൊന്നുമില്ല, ആഡ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ Oxynos ആണെങ്കിൽ ചെറിയ ബ്ലോഡ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ഇത് എടുത്താലും മതി. പിന്നെ OnePlusൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട്, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം മോട്ടോയുടെ ആണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടത്തില്ല, പക്ഷേ ബഗ്സ് കുറവായിരിക്കും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇതാണ് രണ്ടും വ്യത്യാസം. നമ്മൾ ബാറ്ററി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlus Nord 4-ൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 100 വാട്ട്സിൻ്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. 0 to 100 ഒരു 28 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. പിന്നെ 8 മണിക്കൂറാണ് സ്ക്രീൻ ഉണ്ടായി. അടിപൊളി ബാറ്ററി ലൈഫാണ് OnePlus Nord 4-ൽ വരുന്നത്. അതേസമയം മോട്ടോ Edge 50 Proയിലാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% ഒരു 18 മിനിറ്റ് കൊണ്ടാവും. 6 മണിക്കൂറൊക്കെയാണ് സ്ക്രീൻ ഉണ്ടായി കിട്ടുന്നത്. ഇച്ചിരി ചെറിയ ബാറ്ററിയാണ്, ഒരു 5000 കൊടുക്കുമായിരുന്നു, അത്ര ഉള്ളൊരു പ്രശ്നം. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രീമിയം ഫീച്ചർ നമുക്കവിടെ വരുന്നുണ്ട്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ വയർഡിൻ്റെ കാര്യത്തിലാണ് ഈ ബെറ്റർ ആയിട്ട് വെക്കുന്നത് നമുക്ക് OnePlus Nord 4 ആണ്. പിന്നെ ഓവറോൾ ഫീച്ചേഴ്സ് വെച്ച് വയർഡ് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ തന്നെയാണ്. രണ്ടും വലിയ വ്യത്യാസങ്ങളില്ല. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ OnePlus Nord 4 ആണ് 5G വരുന്നത്, 13 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.4, USB Type-C 2.0, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, പിന്നെ NFC വരുന്നുണ്ട്. അതേസമയം മോട്ടോ Edge 50 Proയിലാണെങ്കിൽ 15 5G ബാൻഡ്, Wi-Fi 6E ആണ് വരുന്നത്, Bluetooth 5.4 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, പിന്നെ USB Type-C 3.1 ആണ് വരുന്നത്, പിന്നെ ഡിസ്പ്ലേ പോർട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കണക്ടിവിറ്റി കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ തന്നെയാണ്. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ OnePlus Nord 4 3 വേരിയൻ്റാണ് വരുന്നത്. ഒന്ന് 8GB 128-ന് 30,000 രൂപയും, 8GB 256-ൽ 31,000 രൂപയും, 33,000 രൂപയും, 12GB 256 36,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേസമയം മോട്ടോ Edge 50 Pro ആണെങ്കിൽ 2 വേരിയൻ്റാണ്, 8GB 128 30,000, 12GB 256 35,000. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതിൽ ഏതാ ബെറ്റർ എന്നാണ്, ഹൂസ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ OnePlus Nord 4 എന്തിലൊക്കെ ബെറ്റർ ആയിട്ടേക്കെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ബിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം മെറ്റൽ ബിൽഡ് ആയതുകൊണ്ട് ഇച്ചിരി ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെർഫോമൻസ് ബെറ്ററാണ്, ബാറ്ററി കാര്യത്തിൽ ബെറ്ററാണ് നിൽക്കുന്നത്, സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെറ്ററാണ്. അതെ, പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് OnePlus Nord 4 ആണ്. അതേസമയം മോട്ടോ Edge 50 Pro എന്തിലൊക്കെ ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. പിന്നെ USB Type-C 3.1 വരുന്നുണ്ട് നമുക്ക്, പിന്നെ ഡിസ്പ്ലേ പോർട്ട് സപ്പോർട്ട് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്, പിന്നെ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ കാര്യത്തിലൊക്കെ ബെറ്ററാണ്. സോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ഈ രണ്ട് ഫോണുകളിലും അവരുടെ ഒരു അഡ്വാൻറ്റേജ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യൂസേജ് അനുസരിച്ച് ഫോൺ എടുക്കാം, ഏത് വേണം എന്നുള്ളതൊക്കെ. പെർഫോമൻസ് ഫീച്ചേഴ്സ് ആണെങ്കിലും ഓടിയിട്ട് ഫോണായിരിക്കും നല്ലൊരു ബാലൻസ്ഡ് പ്രോജക്റ്റ് ഫോൺ ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ അത്യാവശ്യം പെർഫോമൻസ്, ക്യാമറ, ഡിസ്പ്ലേ, ബിൽഡ് ക്വാളിറ്റി ഒക്കെ വേണ്ട ആളാണെങ്കിൽ മോട്ടോ Edge 50 Pro ഫോണായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോയിന് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാൻ നോക്കാം. സോ കാഴ്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.